ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നോട്ട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സൺഡേ ഒക്കെ അല്ലേ, അപ്പോൾ ഞാൻ ചെറുതായിട്ടൊരു മോമോസ് ഉണ്ടാക്കിയൊന്ന് പരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നതുകൊണ്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ മോമോസിന് ആവശ്യമായിട്ടുള്ള മൈദ ആദ്യം തന്നെ ഒരു പാത്രത്തിലിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ടതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടത് മിക്സാക്കി, കൈ കൊണ്ടാണ് മിക്സാക്കുന്നത്. മിക്സാക്കിയതിന് ശേഷം നമ്മൾ ചപ്പാത്തിക്കൊക്കെ ആക്കത്തില്ല, മാവ് കുഴയ്ക്കുന്ന പോലെ തന്നെ നമ്മൾ മൈദ മാവാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് നമ്മൾ കുഴച്ച് കുറച്ച് സമയം മാറ്റി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യാനായിട്ടുള്ള വെജിറ്റബിൾ സവാള, ക്യാരറ്റ്, പച്ചമുളക്, പിന്നെ ഞാൻ അല്ലാണ്ട് ക്യാബേജും മല്ലിയിലയും എടുത്തിട്ടുണ്ട്. അതിനുശേഷം ചിക്കന് നമ്മൾ ഒന്ന് വേവിച്ചെടുത്തിട്ട് മിക്സിയിലെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ അതിനകത്ത് വയ്ക്കാനായിട്ടുള്ളത് സവാളയും ക്യാരറ്റും ക്യാബേജും പിന്നെ ചിക്കൻ ഇട്ടിട്ട് മല്ലിയിലയും പച്ചമുളകൊക്കെ ഇട്ട് നന്നായിട്ട് അതിലേക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഇതെല്ലാം ഇട്ട് സോയാ സോസ് ഇത്രയും കൂടി വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്ത് നോക്കുന്നത്. നിങ്ങൾക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ സ്റ്റീം ചെയ്തിട്ടാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് സ്പൈസി ആയിട്ടുള്ളതാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് അതിനകത്ത് മുളക് പൊടി ഇട്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ വേണ്ട. നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണിത്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല. ഇപ്പോൾ ഇത് കടയിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ മൈദ കുഴച്ച് വെച്ചിട്ട് എടുത്തിട്ട് അതൊന്ന് പരത്തി എടുക്കുന്നുണ്ട്. പരത്തി എടുത്തിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടാണ്, റൗണ്ട് കിട്ടാനായിട്ടൊരു ചെറിയ പാത്രം വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഫില്ലിങ്സ് നിറയ്ക്കുന്നുണ്ട്. ആദ്യം ഞാൻ ഒരെണ്ണം എടുത്തപ്പോഴത്തേക്ക് ഒന്ന് ജസ്റ്റ് പാളിപ്പോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അത് റെഡിയാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മോമോസിൻ്റെ രൂപത്തിലൊന്നും വന്നില്ലെങ്കിലും ഏകദേശം അതേപോലെയൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം കൂടെയാണ് ഉണ്ടാക്കാനായിട്ട്. ഞാൻ നോക്കുന്നുണ്ട് കടയിലൊക്കെ കിട്ടുന്ന പോലെ ആക്കാൻ, പക്ഷെ അതൊന്നും റെഡിയായി വരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം ഫില്ലിങ്സ് എല്ലാം നിറച്ചിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റീം ചെയ്യാനായിട്ട് ഞാൻ ആദ്യം തന്നെ ഇഡ്ഡലി കുട്ടകം വെച്ചിട്ടുണ്ടായിരുന്നു ഗ്യാസിൽ. അപ്പോൾ അത് നന്നായിട്ട് വെള്ളം ചൂടായിരിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ അതിലോട്ട് കൊണ്ടുവന്നിട്ട് വയ്ക്കുന്നുണ്ടായിരുന്നു. ഏകദേശം ഒരു 10 മിനിറ്റ്, കാരണം നമ്മൾ ചിക്കൻ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തതായതുകൊണ്ട് കുക്കറിനകത്തിട്ട് വേവിച്ചതായത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിത് 10-20 മിനിറ്റ് ഒന്ന് ആവിയിലിരുന്ന് വെന്താൽ മതി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്നവരെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ കാണാം.